ചെർപ്പുളശ്ശേരി ഗതാഗത പരിഷ്കരണം വ്യാപാരികൾക്ക് തിരിച്ചടിയായെന്ന് വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ. ചെർപ്പുളശ്ശേരി പട്ടാമ്പി റോഡിലും പരിസര പ്രദേശങ്ങളിലുള്ള വ്യാപാരികൾ നിലവിലുള്ള ട്രാഫിക് സംവിധാനം പഴയ രീതിയിലായിരുന്നില്ലെങ്കിൽ, നമ്മൾ ആദ്യം തീരുമാനിച്ച രീതിയിലായിരുന്നില്ലെങ്കിൽ വ്യാപാരികൾക്ക് വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എല്ലാ സർവീസുകളും സ്റ്റാൻഡിൽ പുറപ്പെടുന്ന ഒരവസ്ഥ വന്നപ്പോൾ ആളുകളുടെ വരവ് പോക്കിൽ വളരെയധികം വ്യത്യാസം മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യാത്രക്കാർക്കും ബുദ്ധിമുട്ട്, വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വൃത്തി ചെയ്യാനും ചിലവിന് പോലും പൈസ കണ്ടെത്താനാവാതെ കച്ചവടം കൂട്ടുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്ഥാപനം കൂട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനുള്ള ഈ ട്രാഫിക് സംവിധാനത്തിൽ ഇന്ത്യയിൽ കുറച്ച് മാറ്റങ്ങൾ വരുമ്പോൾ ഞങ്ങളൊന്ന് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടക്കണം. മുനിസിപ്പാലിറ്റി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള പ്രകാരം ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ നടത്തിയ ഗതാഗത പരിഷ്കരണം ചെർപ്പുളശ്ശേരിയിലെ വ്യാപാര മേഖലകൾക്ക് ഗുണകരമായിരുന്നെങ്കിലും പുതിയ ബസ് സ്റ്റാൻഡ് മാത്രം ബസ്സുകൾ കയറുന്ന സ്ഥിതി വന്നതോടെ തിരിച്ചടിയാണെന്നും വ്യാപാരി വ്യവസായ സമിതി നേതാവ് എൻ സുകുമാരൻ പറഞ്ഞു. പട്ടാമ്പി, ഒറ്റപ്പാലം, പാലക്കാട് ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡ് ചുറ്റിപ്പോകുന്ന സ്ഥിതി വരണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും എൻ സുകുമാരൻ പറഞ്ഞു. ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് പഴയ ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റെഗുലേറ്ററി കമ്മിറ്റിയുടെ ആദ്യ തീരുമാനം നടപ്പാക്കിയതിൽ എല്ലാ വ്യാപാരികളും സന്തുഷ്ടരായിരുന്നു. എന്നാൽ ആ ഒരു റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനം പൊളിച്ചെഴുതി രണ്ടാമത് വേറൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അത് ചെർപ്പുളശ്ശേരിയിലെ വ്യാപാരികളെ ബാധിക്കുന്ന രീതിയിലാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടുത്തെ ചില വ്യാപാര സംഘടനകൾ അന്ന് ആദ്യം എടുത്ത തീരുമാനത്തോടൊപ്പം നിൽക്കുകയും എന്നാൽ പിന്നീട് വരുന്ന തീരുമാനങ്ങൾ ബസ് ഓണേഴ്സിൻ്റെ അല്ലെങ്കിൽ ബസ്സിൻ്റെ ഉടമകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ തീരുമാനത്തിന് അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ചെർപ്പുളശ്ശേരി ടൗണിൽ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ബസ്സുകൾ കംപ്ലീറ്റ് പുതിയ സ്റ്റാൻഡിലേക്ക് മാറ്റപ്പെടുകയും ചെർപ്പുളശ്ശേരി പഴയ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് യാതൊരു വ്യാപാരവും നടക്കാത്ത രീതിയിൽ ബസ്സുകൾ വന്നു പോകാത്ത രീതിയിലാക്കുകയും ചെയ്തത്. ഇതിൻ്റെ പ്രയോജനം നമുക്കിപ്പോൾ ചെർപ്പുളശ്ശേരിയിലെ വ്യാപാരികൾ ഇന്ന് നടത്തിക്കൊണ്ടു പോകുന്ന വ്യാപാര മേഖലയ്ക്ക് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ തീരുമാനം പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് നിവേദനം നൽകിയിട്ടുള്ളത്. ഈ ബസ്സുകാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റായിരുന്നു, കഴിഞ്ഞ പുതിയ ബസ് സ്റ്റാൻഡ് തുറന്നപ്പോൾ പോലും കുറേ ബസ്സുകൾ ഒരു പഴയ ബസ് സ്റ്റാൻഡിൻ്റെ കടകളുടെ മുന്നിലൂടെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ വ്യാപാരികളാണ് പറഞ്ഞിരുന്നത് നിങ്ങളിവിടെ ബസ്സുകൾ നിർത്തോടുകൂടി കച്ചവടമില്ലാണ്ടാണ്. പിന്നീടും അതേ വ്യാപാരികളോട് പറയുന്നത് വീണ്ടും ബസ്സുകൾ തിരിച്ചു വരണം. എന്താണ് അങ്ങനെ ഒരു വ്യാപാരിയും പറഞ്ഞതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. നിലവിൽ ബസ്സുകാർ പറയുന്നത് എന്താ വെച്ചാൽ അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും അവരൊന്നിച്ച് പോകുമ്പോൾ അവർക്ക് അവിടേക്ക് ടൈമിങ് കാര്യങ്ങൾ കുറച്ച് ലാഭം ഉണ്ടായിരിക്കാം. പക്ഷേ ചെർപ്പുളശ്ശേരിയിലെ വ്യാപാരം ചെയ്യുന്ന ഒരു വ്യാപാരിയും പട്ടാമ്പി റോഡിലേക്ക് ബസ്സുകൾ വരണ്ട അല്ലെങ്കിൽ എൻ്റെ മുറ്റിൽ നിർത്തണ്ട എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബസ്സുകാരനായിട്ട് ഒരു തർക്കത്തിന് പോവുകയോ ചെയ്തതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. ഞങ്ങൾ പറയുന്നത് ഒറ്റപ്പാലം ഭാഗത്തു നിന്ന് വരുന്നതും പട്ടാമ്പി ഭാഗത്തു നിന്ന് വരുന്നതും പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളെങ്കിലും ചെർപ്പുളശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ വന്ന് തിരിച്ചു പോകുന്ന രീതിയിലേക്ക് ആക്കണം എന്നാണ് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. മുനിസിപ്പാലിറ്റി പറയുന്നത് നിലവിലുള്ള സംവിധാനത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇനിയൊരു യോഗം വിളിച്ചുകൊണ്ട് ചർച്ച ചെയ്ത് വേണ്ട പരിഹരിക്കാം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിലിപ്പം നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ വാക്ക് മുഖവിലേക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ സംഘടന ആലോചിച്ച് വേണ്ട തീരുമാനത്തേക്ക് നമ്മൾ സംഘടനയിൽ ആലോചിച്ച് വേണ്ട തീരുമാനം മുന്നോട്ട് പോകും. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛനമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA Sons Gold and Diamonds, ചെർപ്പുളശ്ശേരി.